ഈ BNP എന്ന് പറഞ്ഞ പാർട്ടി അവരുടെ ഇലക്ഷൻ ക്യാമ്പയിൻ അതിൽ ഏറ്റവും പ്രധാനം ഉന്നയിച്ച സംഭവം എന്തുവാ? ഇന്ത്യയുമായിട്ടുള്ള ഇഷ്യൂ ആണ്. അതാണ് അവർ പറയുന്നത്, ഇന്ത്യയുമായിട്ടുള്ള ഇഷ്യൂ ആണ്. ഇന്ത്യക്കെതിരെയാണ് അവർ ക്യാമ്പയിൻ ചെയ്ത് ഈ മാസീവായിട്ടുള്ള ലാൻഡ് സ്ലൈഡ് ഒരു വിക്ടറി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമുണ്ട്. അവിടെ താടി വെച്ച ഹാർഡ് കോറായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല. അതിൽ നമ്മൾ ബംഗ്ലാദേശികളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. കാരണം അവർക്കൊരു പൊളിറ്റിക്കൽ ലീഡറെയാ വേണ്ടേ, എഡ്യൂക്കേറ്റഡ് ലീഡറെയാ വേണ്ടേ. ഇതേപോലെയുള്ള റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഒരാളെ പ്രധാനമന്ത്രിയായിട്ട് അവർക്കും താല്പര്യമില്ല. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കണം, ബംഗ്ലാദേശികൾ ഈ പറയുന്ന പോലെ അത്രമാത്രം അതിതീവ്രമായ ഇസ്ലാമിക തോട്ട്സിൽ പോകുന്നവരല്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ഫോറിൻ എഡ്യൂക്കേറ്റർ, അതായത് താരിഖ് റഹ്മാൻ, അയാളുടെ പാർട്ടിക്കോ അയാളെ 2 കോൺസ്റ്റിറ്റ്യുവൻസിൽ വിജയിപ്പിക്കുകയും ഏകദേശം ലാൻഡ് സ്ലൈഡ് വിക്ടറിയിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവരൊരു മോഡേൺ യുഗത്തിലോട്ട് വരാൻ താല്പര്യമുള്ളവരാണ്. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പക്ഷേ ഇന്ത്യക്ക് വരാൻ പോകുന്ന സമയത്ത് വലിയ വെല്ലുവിളികൾ ഉണ്ടാകാൻ പോവുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം പറയാം. അതായത് ഇന്ത്യയിൽ T20 വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ബംഗ്ലാദേശി ടീം അത് ബോയ്ക്കോട്ട് ചെയ്യേണ്ട കാരണം ഈ ഇലക്ഷനിൽ അധികാരത്തിൽ വന്ന പാർട്ടി അവർ തന്നെയാണ് ആദ്യം, അവരുടെ നേതാക്കൾ തന്നെയാണ് പറഞ്ഞത് ഇന്ത്യയുമായിട്ടൊരു ക്രിക്കറ്റ് കളിക്ക് പോകേണ്ട ആവശ്യമില്ല. അത് ജമാഅത്ത് ഇസ്ലാമി എന്നുമല്ല പറയുന്നത്. ആദ്യം പറയുന്നത് BNP, ബംഗ്ലാദേശ് നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡേഴ്സാണ് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുന്നത്. കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ് ഇന്ത്യക്കാരുമായിട്ട് നമ്മൾ 71 ലിബറേഷൻ വാർ, ഇന്ത്യയാണ് ആ രാജ്യം ഉണ്ടായിക്കൊടുത്തത്. പക്ഷേ അവരുടെ ഏറ്റവും വലിയ ലോകത്തിലെ ശത്രുക്കൾ ഇപ്പോൾ ഇന്ത്യക്കാരായിട്ട് മാറി.